ഇത് ചുരുളിയാണ്. ചുരുളി എന്നാൽ വനത്താൽ ചുറ്റപ്പെട്ട ഒരു 6 ഗ്രാമമാണ്. ഇവിടെ പ്ലാസ്റ്റിക് പൊതുവേ നമ്മൾ ഉപയോഗം കുറവാണ്. പിന്നെ പ്ലാസ്റ്റിക് കുറച്ച് വേസ്റ്റുകളുണ്ടെങ്കിൽ അത് ഹരിതകർമ്മസേന മാസങ്ങൾ വന്ന് വീടുകൾ കയറി അത് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ചെറിയ ആൾക്കാരുണ്ട് ഇവിടെ. ചെറിയ കുറെ മക്കളും കുട്ടികളെ അടക്കോ. പണ്ടെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾക്ക് അങ്ങാടി കടകളിലൊന്നും പോകാൻ പറ്റില്ല. വഴിയില്ല. കാട്ടുവഴിക്കൂടി ഇവിടെ പല വന്യമൃഗങ്ങൾ കൊണ്ടുള്ള പല അനാശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും പുറത്തിറങ്ങുന്ന ചിലർ സ്വന്തമാവും. ചേച്ചി വാ, ഗീത ചേച്ചി. മക്കളെ തെന്നരുത് കേട്ടോ. ഇത് സുഖാണോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് പോയതല്ലേ? ഞാനടുത്തിന് കല്യാണ വാശിയല്ലായിരുന്നല്ലേ? പിന്നെ ഇവിടുന്ന് നമുക്ക് പുറത്ത് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ആദ്യം ഒരു വനസംരക്ഷണ സമിതിയുടെ വണ്ടി വന്നിട്ടുണ്ട്. അത് ഏകദേശം 20 വർഷമായിട്ടുണ്ട്. ആ വണ്ടി ഇപ്പം ഓടുന്നില്ല. പോകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ സാധനങ്ങളാണ്, പഴയ ആളുകളാണ്. ഒരു 300 വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഇവിടുത്തെ തറവാടുകളിലൊക്കെ. എല്ലാം കൂട്ടുകുടുംബമായി ജീവിക്കുന്നൊരു സമ്പ്രദായമാണ് ഈ ചുരുളിയിൽ ഇപ്പോൾ ഉള്ളത്. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം 100% പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇക്കാ ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്താൽ വന്നെയാണ്. പിന്നെ താത്ത അടുത്ത് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലായി 32ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ മാസവും വളരെ കൃത്യമായി വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നുമൊക്കെ മാലിന്യം നീക്കം ചെയ്യുന്നു. എല്ലാം എടുത്തു വെച്ചോട്ടോ. ഇത്താ ചില്ലൊക്കെ